ശ്രീമഹാഗണപതിക്ക് വന്ദനം. സരസ്വതീദേവിക്കും ശ്രീഗുരുമഹാരാജിനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീസായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം. മഹാപുരുഷന്മാരെ ദർശിക്കാൻ സുഹൃതവും മഹാഭാഗ്യവും വേണം. അതില്ലെങ്കിൽ ശ്രമിച്ചാൽ പോലും സാധിക്കില്ല. ഇക്കാര്യത്തിൽ തെളിവ് എന്റെ അനുഭവം തന്നെ. ഞാൻ ബന്ദ്രയിൽ ബോംബെ മജിസ്ട്രേറ്റായിരിക്കുന്ന സമയം. അക്കാലം അവിടെയൊരു മഹാസിദ്ധനുണ്ടായിരുന്നു, പീർ മൗലാന, ഒരു മുസ്ലിം സിദ്ധൻ. നാനാമതത്തിലുള്ളവർ ആ മഹാത്മാവിനെ വന്ദിക്കാനും അനുഗ്രഹം നേടാനും എത്തിയിരുന്നു. പലവട്ടം എന്നോട് അവിടെ പോകാനായി ഞങ്ങളുടെ പുരോഹിതൻ ഉൾപ്പെടെയുള്ളവർ ഉപദേശിച്ചു. പക്ഷെ എനിക്ക് പോകാനായില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിനിടയിൽ വരും. മാത്രമല്ല, എന്നെപ്പോലെ പഠിപ്പും പദവിയുമുള്ള ഒരാൾ ജനക്കൂട്ടത്തിനിടയിൽ കാത്തുകെട്ടി നിൽക്കുക, പരസ്യമായി വന്ദിക്കുക തുടങ്ങിയവയൊക്കെ മാന്യതയ്ക്ക് ചേർന്നതായി ഞാൻ കരുതിയുമില്ല. അങ്ങനെ എത്രയോ വർഷം കടന്നുപോയി. എനിക്ക് സ്ഥലമാറ്റമായി. കാലമായപ്പോൾ ഈശ്വരേച്ഛയാൽ എനിക്ക് ഷീർദിയിൽ വരാനായി, സായീശ്വര തൃപ്പാദങ്ങൾ ദർശിക്കാനായി, അവിടുത്തെ അപാര കുബയാൽ നിരന്തരം ദർശിക്കാനും സ്പർശിക്കാനും സേവിക്കാനുമിടയായി. ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ടു മാത്രമേ മഹാപുരുഷന്മാരെ ദർശിക്കാനാകൂ, അല്ലെങ്കിൽ അത് അതീവ ദുഷ്കരം. പ്രിയസജ്ജനങ്ങളെ, നിങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കാനായി ഒരു കാര്യം പറയാം. ഋഷീശ്വരന്മാർ ആദികാലം മുതലേ ഒറ്റക്കെട്ടാണ്. അവർ പല സമയത്ത് പല ദിക്കിൽ പല രൂപത്തിൽ നാമത്തിൽ വരുന്നു. ഇവരുടെ എല്ലാം ഉദ്ദേശ്യം ഒന്നുമാത്രം: നമ്മെ ഈശ്വര സമീപം എത്തിക്കുക. അവർ എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഋഷീശ്വരന്മാർ ഭഗവതിച്ഛനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ആരെയും നിന്ദിക്കാതിരിക്കാം, നമ്മുടെ ഇഷ്ടദേവനെ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യാം. ഇക്കാര്യം വെളിപ്പെടുത്തുന്ന ഒരു സായിലീല കേൾക്കൂ. ശ്രീ വി എച്ച് താക്കൂർ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള BA ബിരുദധാരിയായ മാന്യൻ. ജോലി റവന്യൂ വകുപ്പിൽ. ഒരിക്കൽ ജോലി സംബന്ധമായി അദ്ദേഹത്തിന് ബെൽഗാമിനടുത്തുള്ള വദഗാം ഗ്രാമത്തിൽ പോകേണ്ടിവന്നു. ആ ഗ്രാമത്തിൽ ഒരു വലിയ സിദ്ധനുള്ളതായി താക്കൂർ കേട്ടറിഞ്ഞു. അദ്ദേഹം സിദ്ധനെ ദർശിക്കാനെത്തി. താക്കൂർ ചെല്ലുമ്പോൾ സിദ്ധൻ നിശ്ചലദാസ് എഴുതിയ വിചാരസാഗരം എന്ന ഗ്രന്ഥം വായിക്കുന്നു. താക്കൂർ സിദ്ധനെ വണങ്ങി. അദ്ദേഹം തിരിച്ചുപോകാൻ നേരം സിദ്ധൻ അരുളി, ഈ പുസ്തകം വായിക്കണം. നിന്റെ ആഗ്രഹങ്ങൾ സാധിക്കും, തീർച്ച. ഭാവിയിൽ ജോലിക്കാര്യത്തിനായി നീ വടക്കോട്ടു പോകും. ഭാഗ്യത്താൽ നിനക്കപ്പോൾ ഒരു മഹാലക്ഷ്മിയുടെ ദർശനമുണ്ടാകും. അവിടുന്ന് നിന്റെ മനം ശാന്തമാക്കും, സ്ഥിരമാക്കും. ആ മഹർഷീശ്വരന്റെ ഉപദേശങ്ങൾ മനസ്സിലുറപ്പിക്കുക. പൊയ്ക്കോളു. സിദ്ധൻ അനുഗ്രഹിച്ചയച്ചു. താമസിയാതെ താക്കൂറിന് സ്ഥലം മാറ്റമുണ്ടായി. പൂനാ ജില്ലയിലെ ജുന്നാറിലേക്ക്. അങ്ങോട്ടുള്ള യാത്രയിൽ നാനിഘട്ട് മല കടക്കണം. ചെങ്കുത്തായ മല. വഴി ഇടുങ്ങിയതും കല്ലുകൾ നിറഞ്ഞതും അപകടകരവും. പോത്തിന്റെ പുറത്തു കയറിയാണ് അവിടം കടന്നുപോകുക. താക്കൂർ യാത്രയാരംഭിച്ചു. പോത്തിന്റെ പുറത്തുള്ള യാത്രയല്ലേ, ശരീരമാകെ ഇളകി കുലുങ്ങി ഭയങ്കര വേദനയും ക്ഷീണവുമായി. പുതിയ സ്ഥലത്തെ ജോലി തീർന്നതോടെ കല്യാണിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അവിടെ വച്ചാണ് താക്കൂർ നാനാസാഹേബ് ചന്ദോർക്കറെ കണ്ടുമുട്ടുന്നത്. നാനാസായീശ്വരനെക്കുറിച്ചും തനിക്കുണ്ടായിട്ടുള്ള അപ്രമേയമായ അനുഭവങ്ങളെക്കുറിച്ചും താക്കൂറിനെ വിവരിച്ചു കേൾപ്പിച്ചു. താക്കൂറിന് സായീശ്വരനെ കാണാൻ കൊതിയായി. നാനാ കൊണ്ടുപോകാമെന്നും സമ്മതിച്ചു. താമസിയാതെ അതിനൊരവസരം വന്നു. നാനാ അദ്ദേഹത്തെ ഷീർദിയിലേക്ക് വിളിച്ചു. പക്ഷേ കോടതിയിൽ അന്ന് ഒഴിവാക്കാനാവാത്ത കേസുണ്ടായിരുന്നതിനാൽ താക്കൂറിനു പോകാൻ വിഷമം. അതെല്ലാം ബാബ നോക്കിക്കൊള്ളുമെന്ന് നാനാ തന്റെ അനുഭവം മുൻനിർത്തി ഉറപ്പുകൊടുത്തു. പക്ഷെ താക്കൂറിന് ഇക്കാര്യത്തിൽ അത്ര വിശ്വാസം പോരായിരുന്നു. അങ്ങനെ നാനാ ഒറ്റയ്ക്ക് യാത്രയായി. താക്കൂർ കോടതിയിലേക്കും പോയി. കോടതിയിൽ ചെന്നപ്പോൾ സംഭവം വേറെ. അന്ന് എന്തോ അസൗകര്യത്താൽ കേസ് മാറ്റിയിരിക്കുന്നു. നാനാടെ വാക്കുകൾ വിശ്വസിക്കാത്തതിനാൽ താക്കൂറിന് മനപ്രയാസമായി. ഒരു മഹാത്മാവിന്റെ ദർശനം നഷ്ടപ്പെട്ടല്ലോ എന്ന കുറ്റബോധവും ശക്തമായി. താക്കൂർ ഉടൻ ഷീർദിയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. നാനായെ അവിടെ വെച്ച് കാണാനായേക്കും എന്നും ചിന്തിച്ചു. താമസിച്ചില്ല. താക്കൂർ ഷീർദിയിലേക്ക് തീവണ്ടി കയറി. സായീശ്വര കൃപയാൽ അവിടെ പരിചയക്കാരനെ കാണാനായി. ഡോട്ട്യാളുടെ സഹായത്തോടെ താക്കൂർ ബാബയെ ദർശിച്ചു. ദർശനമാത്രയിൽ അദ്ദേഹം വശീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി സായിതൃപാദങ്ങളല്ലാതെ മറ്റൊന്നും തനിക്ക് ആശ്രയമില്ലെന്ന് അന്തരാത്മാവ് മന്ത്രിച്ചു. ആനന്ദാശ്രുക്കളോടെ തന്നെ വന്ദിക്കുന്ന ഭക്തനോടായി ബാബ അരുളി, നിന്നോട് കന്നഡ സിദ്ധൻ അപ്പ പറഞ്ഞതുപോലെയാ നാനാഘട്ട് മലകടക്കും പോലെയോ എളുപ്പമല്ല ആധ്യാത്മിക മാർഗത്തിലേക്കുള്ള വഴി. അത് വളരെ പ്രയാസമുള്ളതാണ്. ഇതുവഴി പോകാൻ നിന്റെ കഴിവുകൾ മുഴുവനും പൂർണ്ണമായും ഉപയോഗിക്കണം. മറ്റാർക്കും മനസ്സിലാകാത്ത ഈ സൂചന താക്കൂറിന്റെ മർമ്മത്തിൽ തന്നെ തറച്ചു. താൻ എത്തേണ്ടിടത്ത് തന്നെ എത്തിയെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ആനന്ദാശ്രുക്കൾ ഒഴുക്കി
കൂപ്പുകൈകളോടെ സായിതൃപാദത്തിൽ ശിരസർപ്പിച്ച് താക്കൂർ ഇടറിക്കൊണ്ടു പറഞ്ഞു, സായീശ്വരാ, ഞാൻ അനാഥനാണേ, എന്നെ സ്വീകരിക്കണേ, കരുണ ചൊരിയണേ. അവിടുത്തെ ചിറകിൻ കീഴിൽ എന്നെന്നും കാത്തുരക്ഷിക്കണേ. അവിടുന്ന് എനിക്കിനി ഈശ്വരൻ. കർണാടകസിദ്ധൻ പറഞ്ഞതെല്ലാം സത്യം. അന്നു വായിച്ച ഗ്രന്ഥത്തിലെ ആശയം ഇപ്പോൾ മാത്രമാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. ഇപ്പോൾ എന്റെ ഹൃദയം നിറയെ ആനന്ദമാണ് സ്വാമി. ആനന്ദപരവശനായി നിൽക്കുന്ന ഭക്തനോട് കൃപാലുവായ ബാബ അരുളി, അപ്പാ പറഞ്ഞതെല്ലാം സത്യം. വെറുതെ വായിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അതെല്ലാം നിത്യജീവിതത്തിൽ ശീലിക്കുക, അല്ലെങ്കിൽ കമഴ്ത്തിവെച്ച കുടത്തിൽ ജലമൊഴിക്കുന്ന പോലെയാകും. പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുക, മനസ്സിൽ പതിക്കും വിധം വായിക്കുക, അതാലോചിക്കുക, മനസ്സിൽ ഉറപ്പിച്ച് പ്രായോഗികമാക്കുക. അങ്ങനെയാണ് വേണ്ടത്. സാക്ഷാത്കാരം നേടിയ ഗുരുവിന്റെ കാരുണ്യം നേടണമെങ്കിലേ പുസ്തകജ്ഞാനം ഫലവത്താകൂ. ഇപ്പോൾ മറ്റൊരു സംഭവം ഓർമ്മ വരുന്നു. പൂനാക്കാരനാണ് അനന്തരാവു പതങ്കർ. അദ്ദേഹത്തിന് സായി ദർശനത്തിന് കൊതിയായി. ആഗ്രഹം ഉടൻ സാധിച്ചു. പതങ്കർ ഷീർദിയിലെത്തി. മസ്ജിദിൽ വന്നു. ബാബയെ കൺകുളിർക്കെ കണ്ടു. അവസരം കിട്ടിയപ്പോൾ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം വേദനയോടെ പറഞ്ഞു, സ്വാമി, ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചു. ശാസ്ത്രങ്ങളും പുരാണങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷേ മനസ്സിപ്പോഴും പഴയതുപോലെ അസ്വസ്ഥം. ഞാനാകെ തളർന്നുപോകുന്നു. വായിച്ചതൊക്കെ പാഴായിപ്പോയി എന്നെനിക്ക് തോന്നുന്നു. വെറുതെ ശ്ലോകങ്ങൾ ഉരുവിടുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ട് എന്തു കാര്യം? ഇതൊന്നുമറിയാത്ത സാധാരണ ഭക്തൻ എന്നേക്കാൾ എത്രയോ മെച്ചം. അവിടുന്ന് ഞൊടിയിടയിൽ ശാന്തിയേകുമെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. വ്യാകുലതകലറ്റി ധർമ്മപാതയിലേക്ക് നയിക്കുമെന്ന് അവിടുത്തെ ഭക്തന്മാർ പറയുന്നു. ബാബ എന്നെ കൈവെടിയരുതേ, എന്നെ സ്വീകരിക്കണേ, കാക്കണേ. സായീശ്വരൻ അപ്പോൾ രസകരമായൊരു കഥ പറഞ്ഞു. ഒരു കച്ചവടക്കാരൻ ഒരിക്കൽ ഇവിടെ ഒരു കുതിരയുമായി വന്നു. പെട്ടെന്ന് കുതിര 9 ഉരുള ചാണകമിട്ടു. കച്ചവടക്കാരനൊന്നും കളയാതെ ശേഖരിച്ച് മുണ്ടിൽ കെട്ടി. അന്നുമുതൽ അയാൾക്ക് മനസ്ഥൈര്യവും ശാന്തിയും ലഭിച്ചു തുടങ്ങി. പതങ്കർക്ക് ബാബ അരുളിയതിന്റെ പൊരുൾ മനസ്സിലായില്ല. പതങ്കർ ഇക്കാര്യം ദാദാ കേൾക്കറോട് തിരക്കി. അദ്ദേഹം പറഞ്ഞു, സായിദേവന്റെ വാക്കുകളുടെ അർത്ഥം മുഴുവനും ഗ്രഹിക്കാൻ എനിക്ക് കാവില്ല. എങ്കിലും ഇക്കാര്യം കേട്ടപ്പോൾ മനസ്സിൽ പൊട്ടുന്നെ ഉദിച്ച ആശയം പറയാം, കേൾക്കൂ. ആ കുതിര എന്നു പറഞ്ഞത് ഭഗവാൻ തന്നെ. 9 ചാണക ഉരുളകൾ, നവവിധ ഭക്തി. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ശരണാഗതി. ഇതിലേതെങ്കിലുമൊന്ന് ദൃഢവിശ്വാസത്തോടെ അനുഷ്ഠിക്കുക. അപ്പോൾ അവൻ തീർച്ചയായും ശ്രീഹരി ദർശനമേകും. ഭക്തിയില്ലാതെ വ്രതങ്ങളും കഠിനാനുഷ്ഠാനങ്ങളും ചെയ്തിട്ടും ഫലമില്ല. സമയനഷ്ടം മാത്രം. മനം നിറയെ പ്രേമം നിറഞ്ഞ ഭക്തി, അതാണ് വേണ്ടത്. താങ്കൾ സത്യാന്വേഷകനായൊരു കച്ചവടക്കാരനാണെന്ന് സ്വയം സങ്കൽപ്പിക്കൂ. നവവിധ ഭക്തി വളർത്തു, തീർച്ചയായും മനം ശാന്തമാകും. ഐശ്വര്യം ലഭിക്കും. ആ വിശദീകരണം പതൻകറിന് ആശ്വാസമേകി. പിറ്റേ ദിവസം അദ്ദേഹം മസ്ജിദിൽ ബാബയെ ദർശിക്കാനെത്തി. നമസ്കരിക്കാനൊരുങ്ങിയപ്പോൾ പ്രഭു ചോദിച്ചു, നീ ചാണക ഉരുളകൾ പെറുക്കിയോ? പതൻകർ തൊഴുകയോടെ പ്രാർത്ഥിച്ചു, സ്വാമി, അവിടുന്ന് അനുഗ്രഹിച്ചാൽ എനിക്കതിന്നാകും. ഞാനൊരു സാധുവും ദുർബലനുമാണ്. എന്നെ അനുഗ്രഹിക്കണേ. എല്ലാം നന്നായി വരും. ചെല്ലൂ. ബാബ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. പതൻകർ അപ്പോൾ അനുഭവിച്ച ആനന്ദവും ശാന്തിയും ആർക്കു വിവരിക്കാനാകും? മറ്റൊരു ചെറിയ കഥ കേട്ടാലും. സായീശ്വരൻ എങ്ങനെ ഭക്തന്മാരെ നയിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് ഈ ലീലയിലൂടെ മനസ്സിലാക്കൂ. ഒരിക്കൽ പണ്ഡർപൂരിൽ നിന്നൊരു വക്കീൽ ഷീർദിയിലെത്തി സായീശ്വരനെ ദർശിച്ചു. ആ തൃപ്പാദങ്ങളിൽ വന്ദിച്ചു. ദക്ഷിണ തിരുമുമ്പിൽ സമർപ്പിച്ച ശേഷം വക്കീൽ ഒരികിലിരുന്നു. ബാബയുടെ അമൃതവചനങ്ങൾ കേൾക്കാൻ ശ്രമിച്ചു. സായീശ്വരൻ വക്കീലിന്റെ നേർക്ക് മുഖം തിരിച്ചു. പിന്നീട് സംസാരിക്കാൻ തുടങ്ങി. ഹോ, ജനങ്ങൾ എത്ര കഠിനഹൃദയർ! അവർ ബഹുമാനം നടിക്കുന്നു, കാൽക്കൽ വീഴുന്നു, ദക്ഷിണ സമർപ്പിക്കുന്നു. അതേസമയം മനസ്സിൽ ശാപവചസ്സുകളും. ഇത് എത്ര വിചിത്രം! വക്കീലിന്റെ മനസ്സിൽ അത് തറച്ചുകയറി. മറ്റാർക്കും ബാബ അർത്ഥമാക്കി. എന്തെന്ന് മനസ്സിലായില്ല. പക്ഷെ വക്കീലിന് മനസ്സിലായി, എങ്കിലും മിണ്ടിയില്ല. മൗനം പാലിച്ചതേയുള്ളൂ. വാടയിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം ദീക്ഷിതിനോട് പറഞ്ഞു, ബാബയുടെ വാക്കുകൾ എന്റെ മനസ്സിൽ തുളച്ചുകയറി. അവിടുന്ന് പറഞ്ഞതെല്ലാം സത്യം തന്നെ. വക്കീൽ കാര്യം വിശദീകരിച്ചു. പണ്ഡർപൂരിലെ സബ് ജഡ്ജി നുൽക്കർ രോഗശമനത്തിനായി ഷീർദിയിൽ പോയിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ബാറിൽ സംസാരമുണ്ടായി. സബ് ജഡ്ജിയെ പലരും നിശിതമായി വിമർശിച്ചു. പഠിപ്പും വിവരവുമുള്ളവർ ഇങ്ങനെയൊക്കെ വിവരക്കേട് കാണിക്കുന്നത് മഹാകഷ്ടമെന്നായിരുന്നു മിക്കവരുടെയും അഭിപ്രായം. ഞാനും അതിൽ പങ്കുചേർന്നു. മാത്രമല്ല, വിമർശിക്കുകയും ചെയ്തു.
പിന്നീടാണ് ഞാൻ ബാബയുടെ മഹത്വം മനസ്സിലാക്കിയത്. അതിനാൽ ദർശനത്തിന് വന്നു. എല്ലാ കാര്യങ്ങളും തനിക്കറിയാം എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു സായീശ്വരൻ ഇപ്പോൾ. ഈ സംഭവം നടന്നത് ഷീർദിയിൽ നിന്നും 300 നാഴിക അകലെ ഒരു ദിക്കിൽ. പക്ഷേ അവിടെ നടന്നതെല്ലാം ഇവിടെ നിന്ന് എങ്ങും പോകാത്ത സായീശ്വരൻ കൃത്യമായി അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ? കാരണം അവിടുന്ന് സർവ്വവ്യാപിയാണ്. സായിയെ ഒളിച്ച് ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അത്യന്തം രഹസ്യമായ കാര്യങ്ങൾ പോലും അവിടുത്തെ മുന്നിൽ തുറന്ന പുസ്തകം. മനസ്സിലുള്ളതുപോലും അവിടുന്ന് വ്യക്തമായി വായിക്കുന്നു. പിന്നെ എന്താണ് സായീശ്വരനിൽ നിന്നും മറയ്ക്കാനാകുക? എന്തിനാണ് മറയ്ക്കുന്നത്? വക്കീലിന്റെ മനം ഇളകിമറഞ്ഞു. തന്റെ കുറ്റങ്ങളും കുറവുകളും ആ സുഹൃതിക്ക് മനസ്സിലായി. അദ്ദേഹം ഒരു ഉറച്ച തീരുമാനം കൈക്കൊണ്ടു. ഇനിമേൽ ആരെയും നിന്ദിക്കില്ല, വിമർശിക്കില്ല, അധമവിചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയില്ല, ആരുടെയും കുറ്റവും പറയില്ല. ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടപ്പോൾ വക്കീലിന്റെ മനസ്സ് ആശ്വാസം പൂണ്ടു. ഞാനും അതേ തീരുമാനം ദൃഢനിശ്ചയത്തോടെ സ്വീകരിക്കുന്നു. നമ്മുടെ മനം പവിത്രമാകട്ടെ. സായികൃപ നമ്മിലേക്ക് ഒഴുകട്ടെ. സായീശ്വരന്റെ ജീവിതം, മഹത്വം, അത്യഗാധം. അവിടുന്ന് പരബ്രഹ്മസ്വരൂപം. 21-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.